എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അറിയുകയാണ് വേദ ഡൽഹിയിലുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ദർശൻ മൊബൈൽ ഒരു റീൽസ് കണ്ടത് സംബന്ധിച്ച് ആ വിവരം ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട്. ആ റീൽസിൽ കുട്ടികൾ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഗർഭിണിയായ വേദയാണ് ശ്രീകാന്ത് കാണുന്നത്. അപ്പോൾ അവൾ ഗർഭിണിയാണല്ലേ, അപ്പോൾ അവൾ മാറി നിൽക്കുന്നത് ഇനി ആ കുഞ്ഞുമായിട്ട് വന്ന് പ്രതികാരം വീട്ടാനാണെന്ന് കരുതിയായിരിക്കും. അപ്പോഴത്തേക്ക് അവളുടെ ഭർത്താവിനെ ജയിലിൽ നിറക്കാമെന്നൊക്കെയുള്ള വ്യാമോഹമായിരിക്കും എന്നൊക്കെ ശ്രീകാന്ത് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ദർശനുമായിട്ട് കൂടിയാലോചിക്കുകയാണ്. ആ സമയത്ത് ദർശൻ പറയും, ഞാൻ മൊബൈലിൽ അങ്ങനൊരു റീൽസ് കണ്ടതുകൊണ്ടാണ് ഞാനത് ശ്രീകാന്തിന് അയച്ചു തന്നത്. എന്നും അവൾ എന്നെ അവഗണിച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ അവളെ ഒരു സുഹൃത്തായിട്ട് കണ്ടതാണ്. എന്നിട്ട് അവളും കൂടി ചേർന്നാണ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയെന്നൊക്കെ ദർശൻ പറയുകയാണ്. ദർശൻ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതെല്ലാം പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് ശ്രീകാന്തിന് മാത്രമേ അറിയത്തുള്ളൂ. ശ്രീകാന്ത് തെറ്റിദ്ധാരണയെല്ലാം പറഞ്ഞ് പരത്തി ദർശനെ ശ്രീകാന്തിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്ത് കുറച്ച് വേദയെ അപകടപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ വീട്ടിലോട്ട് വിളിച്ച് വരുന്നുണ്ട്. അങ്ങനെ പറയും, ഈ വേദയുടെ ഫോട്ടോയും കാണിക്കും, ഇത് ഡൽഹിയിലുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൾ ഗർഭിണിയാണ്, അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് പറയുന്നതനുസരിച്ച് കുറച്ച് പേര് ഡൽഹിയിലെത്തുകയാണ്. അങ്ങനെ വേദയുള്ള ഹോസ്പിറ്റലിലൊക്കെ അവർ തിരയുന്നുണ്ട്. അങ്ങനെ അവർ മുമ്പിൽ ചെന്ന് ചാടുന്നത് നമ്മുടെ തരുണിൻ്റെ അമ്മയായ ശ്രീലതയുടെ മുമ്പിലാണ് ചെന്ന് ചാടുന്നത്. അപ്പോൾ ശ്രീലതയോട് ചോദിക്കും, അല്ല ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. നിങ്ങൾ ആരാ, എവിടുന്നാന്നൊക്കെ ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ അന്വേഷിക്കുന്നത്? അപ്പം നിങ്ങൾക്കറിയാം ഈ പെൺകുട്ടി എവിടെ ഉണ്ടെന്ന് പറയാം. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ, നിങ്ങൾ ഇവിടെ കിടക്കുന്ന രോഗികളെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളൊക്കെ പേടിയോടുകൂടി കാണുന്ന തരുൺ ദബാങ് എന്ന് പറഞ്ഞ് DYSPയുടെ അമ്മയാണെന്ന് പറയും. അപ്പോഴത്തേക്കാണ് അവർക്ക് പേടിയാവും. ആ സമയത്ത് പറയും, നഴ്സ് അങ്ങോട്ട് വരും. നഴ്സിനൊക്കെ പറയും, ഇവർ ഇവിടെ ഉള്ള ഏതോ രോഗിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുക, എത്രയും ഇവിടെ സെക്യൂരിറ്റി ഇൻഫോം ചെയ്യാൻ പറയും. അങ്ങനെ സെക്യൂരിറ്റി അങ്ങോട്ട് ഓടി വരും. ആ സമയത്ത് ആ ഗുണ്ടകൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം വേദയാണെന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് മനസ്സിലായിട്ടുള്ളൂ. കാരണം വേദയും രാധികയും ഒരു റൂം ഷെയർ ചെയ്ത് അപ്പുറം ഇപ്പുറമാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയാണ് രണ്ടുപേർക്കും സഹായത്തിന് നിൽക്കുന്നത്. അതിനുശേഷം റൂമിലോട്ട് വരുന്ന വേദയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം വേദയുടെ കൂടെ ആ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെടുത്ത് രണ്ടുപേരെടുത്തും വേദ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. അപ്പോൾ മോളുടെ അച്ഛൻ ജില്ലാ ജഡ്ജി ആയിരുന്നിട്ട് കൂടിയാണോ മോൾ ഇവിടെ വന്ന് വിളിച്ച് താമസിക്കുന്നത് ചോദിക്കും. അതേ അമ്മേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തം സഹോദരൻ തന്നെയാണ് എതിർ സൈഡിൽ, എന്നാലും സ്വത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ സഹോദരങ്ങൾ ചെയ്യുമെന്ന് ആ നേഴ്സ് വേദയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു നാട്ടിൽ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ വന്നതെന്ന് പറയും. അങ്ങനെ വേദ വിക്രത്തിനെക്കുറിച്ചും സ്വന്തം വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവരെല്ലാവരും വേദയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, മോളുടെ കാര്യം ചെയ്യണം, അവരെന്തായാലും ഹോസ്പിറ്റലിൽ വന്ന സ്ഥിതിക്ക് അവിടുത്തെ രജിസ്റ്ററൊക്കെ പരിശോധിക്കും. മോളുടെ പേര് അവിടെ നിന്ന് മാറ്റണം, മറ്റേതെങ്കിലും ഒരു പേര് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ പേര് അന്വേഷിച്ച് ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുമെന്ന് പറയും. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് അതൊന്ന് പറയും. സിസ്റ്റർ പറയും, ഞാൻ എന്തായാലും ഡോക്ടറോടൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. അതിനുശേഷം വിക്രത്തിനെ കാണാനായിട്ട് കമലയും മാഷും തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മാഷ് പറയും, കമലയെ അത് കഴിഞ്ഞ ആഴ്ചയിലേ നമ്മൾ പോയി വിക്രത്തെ കണ്ടത്, ഇനിയും ചെന്ന് കാണാൻ സമ്മതിക്കുമോ? എന്തായാലും മാഷ് വേദയുടെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്ക്, അദ്ദേഹം വിചാരിച്ചാൽ നമുക്ക് വിക്രത്തിനെ ഒന്ന് കാണാം, അല്ലാതെ എല്ലാ മാസവും ഒന്ന് ചെക്കപ്പ് നടത്തിയിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതി, അതാ എൻ്റെ ഏറ്റവും വലിയ ഔഷധം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കമലയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വേദയുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കും സാർ, ഞാൻ വിക്രമിൻ്റെ അച്ഛനാണെന്ന് പറയും. എനിക്ക് മനസ്സിലായി മാഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്, എന്തു പറ്റി? അത് കമലയ്ക്ക് എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ട്, അങ്ങനെ വന്നതാന്ന് പറയും. അവൾക്ക് നല്ല സുഖമില്ല, കമലയ്ക്ക് വിക്രത്തിനെ ഒന്നും കൂടി പോയി കാണണമെന്ന് പറയും. അത് മാഷേ, അത് നടക്കില്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ പോയി കണ്ടത്, അതെ കമലയ്ക്ക് തീരെ സുഖമില്ല, കാണണമെന്ന് പറഞ്ഞ് നല്ല നിർബന്ധത്തില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ എന്ന് പറയും. ഒരു കാര്യം ഞാൻ ജയിലിലുള്ള ആൻഡ്രൂസിനെ വിളിച്ച് പറയാം, നിങ്ങൾ പോയി കാണാൻ പറയും. അങ്ങനെ അദ്ദേഹം സഹായിക്കുന്നുണ്ട് വിക്രത്തെ പോയി കാണാൻ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ജയിലിൽ പോയി വിക്രത്തിനെ കാണുന്നുണ്ട്. ആ കാണുന്നത് കമല അങ്ങ് കരയുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയും, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? അമ്മ കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. അച്ഛൻ പറയുന്ന പോലെ അമ്മ മരുന്നും ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം. എനിക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛനെയും അമ്മയും ഇതുപോലെ തന്നെ കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് നീയും വേദയെ ഒന്നിച്ച് താമസിക്കുന്നത് കാണാനായിരുന്നു മോനെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുശേഷം എനിക്ക്
അതിനുശേഷം എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെയാണ് എപ്പോഴും പറയുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ മാഷിനോട് പറഞ്ഞിട്ടുണ്ട്, മോൻ അതെല്ലാം അനുസരിക്കണം, ഒന്ന് നിർത്ത് കമലേ. കമല പറയുന്ന കാര്യം, എൻ്റെ ചിതയ്ക്ക് വിക്രം തീ കൊളുത്തണം, ചിതാഭസ്മം എടുത്തു വെക്കണം, വേദ വന്നതിന് ശേഷം വിക്രവും വേദയും ചേർന്ന് ചിതാഭസ്മം ഒഴുക്കണം, മാഷ് ഒറ്റയ്ക്ക് താമസിക്കരുത്, മാഷ് വിശ്വത്തിൻ്റെ കൂടെ പോയി താമസിക്കണം. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വിശ്വവും ശ്രീജയും മാഷിനോട് മുഖം കറുത്തൊന്നും പറയത്തില്ല. ഇങ്ങനെയുള്ള മരണം മുൻകൂട്ടി കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ കമലമ്മ മാഷിനോട് പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് വിക്രത്തിനോടും പറയുന്നത്. ആ സമയത്ത് പറയും, ഇനി ഒന്നും അമ്മ പറയണ്ട, ഇനി അധികം നേരം അച്ഛൻ അമ്മയോടെ നിർത്തണ്ട, വെയ്യാതിരിക്കുന്നതിലും കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ വിക്രത്തിനെ കണ്ടതിന് ശേഷം അവരങ്ങ് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം രാധികയ്ക്ക് പിന്നെയും ചെറിയൊരു വെയ്യാഴ്ക വരും. അങ്ങനെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും എപ്പോഴും രാധികയുടെ കൂടെ കാണും, ഒരു തരത്തിലുള്ള ടെൻഷനും ഒന്നും അനുഭവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് രാധികയ്ക്കൊരു സമാധാനം കൊടുക്കുകയാണ്. ആ സമയത്ത് സിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. അപ്പം വേദയെടുത്ത് ചോദിക്കും, വേദ ഓക്കെ അല്ലേ? ആന്ന് ഡോക്ടർ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. ആ സിസ്റ്റർ പറയും, വേദേ ഞാൻ രജിസ്റ്ററിൽ പേര് മാറ്റുന്ന കാര്യം ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ DMO ആയിട്ട് സംസാരിച്ചു. അങ്ങനെ പേര് വേദയുടെ ഫ്രണ്ടിൻ്റെ പേര് ശ്വേത എന്നാണ് വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പം തരുണിൻ്റെ അമ്മ പറയും, അതെന്തായാലും നന്നായി. അപ്പോൾ ശ്വേതയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റൂ? അങ്ങനൊന്നും വരത്തില്ല. രജിസ്റ്ററിനകത്ത് പേരുണ്ടെങ്കിൽ അവർ പേര് അന്വേഷിച്ച് വേദ എവിടെയാണ് താമസ സ്ഥലവും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇത് പേര് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അത് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയേണ്ടി വന്നു. കാരണം കാര്യമൊന്നും പറയാൻ നമുക്ക് രജിസ്റ്ററിൽ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറും കൂടി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയും. അതെന്തായാലും നന്നായി എന്ന് പറയും. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ വേദ പോയി റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ രാധികയെടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടാണ് വേദ പോയി കിടക്കുന്നത്. അപ്പോൾ രാധികയും വേദയും തമ്മിൽ നല്ലൊരു കൂട്ടാവുന്നുണ്ട്. ആ അമ്മ രണ്ടുപേർക്കും അമ്മയുടെ ഒരു കെയറിങ്, വേദയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുക്കും, വെള്ളം കൊടുക്കും. പിന്നെ തരുണിൻ്റെ അമ്മ എവിടെയെങ്കിലും പോകുമ്പം വേദ രാധികയെ ഏൽപ്പിക്കാനായിട്ട്, രാധികയുടെ കാര്യം നോക്കാൻ വേണ്ടി വേദയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹം അവർ തമ്മിലുണ്ടാവുകയാണ്. മലയാളികളുമാണ്. അങ്ങനെ അതിനുശേഷം വിക്രം ജയിലിലെ ആ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞെട്ടി ഉണരുകയാണ്. അപ്പം കമലമ്മയാണ് സ്വപ്നം കാണുന്നത്. അമ്മ അടുത്ത് നിൽക്കുന്ന കണക്ക് സ്വപ്നം കാണുന്നുണ്ട്. ആ സമയത്ത് രാഘവേട്ടൻ ചോദിക്കും, എന്തു പറ്റി, എന്താ വിക്രം, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല രാഘവേട്ടാന്ന് പറയും. അതല്ല, നിനക്ക് എന്താ വിഷമമെന്ന് ചോദിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വേദയുടെ കാര്യങ്ങളൊക്കെ പറയും. ഞാനൊരു ചട്ടമ്പി ആയിരുന്നു, കുറേ നാൾ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പോലും ഞാൻ കരുതിയതല്ല. പക്ഷേ ഇപ്പം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എന്നെ കാത്തിരിക്കാൻ ആൾക്കാരുണ്ടായിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് രാഘവേട്ടൻ പറയും, നിനക്ക് കാത്തിരിക്കാനെങ്കിലും കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ എനിക്കോ, നിനക്ക് കാത്തിരിക്കാനും നിന്നെ കാത്തിരിക്കാനും ഒരു ഭാര്യയും നിൻ്റെ വീട്ടുകാരും ഒക്കെയുണ്ട്. അപ്പോൾ എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ രാഘവേട്ടൻ്റെ കുറച്ച് കഥകളൊക്കെ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയും, എനിക്ക് എൻ്റെ വേദയൊന്ന് കണ്ടാൽ മതി, അവളാണ് എന്നെ നല്ലൊരു മനുഷ്യനാക്കി എടുത്തത്. തികച്ചും ഒരു ഗുണ്ടയായി മാറുകയായിരുന്നു ഞാൻ. മുമ്പ് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്. പക്ഷേ ഇപ്പോഴും ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ എന്നിട്ടും അവൾ എന്നും എനിക്ക് വേണ്ടി വാദിച്ചിട്ടേ ഉള്ളൂ. അവളുടെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് അവൾ എൻ്റെ കൂടെ വന്നതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ എനിക്ക് അവൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എല്ലാം ശരിയാവും വിക്രം, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നിന്നെ കാത്ത് നിൻ്റെ വേദ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞ് രാഘവേട്ടൻ വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രത്തിനും വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ കഥ നാളെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.